ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു അല്ലേ. അത് നമ്മുടെ ഡിജിറ്റൽ ഓഷൻ എന്ന് പറഞ്ഞൊരു ക്ലൗഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് ഡിപ്ലോയ് ചെയ്ത് നോക്കി. ഈ ഒരു വീഡിയോ ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അതുകൊണ്ട് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട ശേഷം ഈ വീഡിയോ ചെക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. വീഡിയോ നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാമെന്ന ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെ നമുക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഒക്കെ നമ്മൾ വെബ്സൈറ്റിന്റെ ജനറൽ സെറ്റിംഗ്സിൽ പോവാം. ഇവിടെ നമ്മൾ നമ്മുടെ സൈറ്റിന്റെ ടൈറ്റിൽ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. കണ്ടോ, ഞാനിപ്പോൾ ഗാൽടെക് ലേണിംഗ് ഹബ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമ്മുടെ ഒരു SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ വെബ്സൈറ്റ് മെയിൻ ആയിട്ടുള്ളൊരു ടൈറ്റിൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുവാണ് നമുക്കിപ്പോ സോഫ്റ്റ്വെയർ കമ്പനീസ് ഇൻ ദുബായ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ്വെയർ കമ്പനീസ് ഇൻ ദുബായ് നമുക്കിവിടെ സൈറ്റ് ടൈറ്റിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര് ഇവിടെ കൊടുക്കാം കേട്ടോ. അതാണ് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ഈ സൈറ്റ് ടൈറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് നമ്മൾ പോകേണ്ടത് പെർമാലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പെർമാലിങ്കിന്റെ ഓപ്ഷൻ പോലെ പെർമാലിങ്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ വേർഡ്പ്രസ് ഒരുപാട് SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ പറഞ്ഞത്, ഒരു വെബ്സൈറ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ URL നമുക്ക് എന്ത് രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ഒരു റീറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ SEOയുടെ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പൊ ഡിഫോൾട്ട് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കിടക്ക് ഇങ്ങനെയായിരിക്കും, അതായത് ഇത് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കും. ഇത് നമ്മുടെ URL കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ URL എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ടൈറ്റിലും ഇതെല്ലാമായിട്ട് നമ്മുടെ SEOയുടെ കീവേഡും മറ്റു കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ എൻ്റെ കേസിൽ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് കസ്റ്റം സ്ട്രക്ചർ എടുത്തിട്ട് അവിടെ നമ്മൾ അതിന് കാറ്റഗറി കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ കാറ്റഗറി കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബ്ലോഗോ മറ്റു കാര്യങ്ങളൊക്കെ റൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഓരോ പേജിനും നമ്മൾ കാറ്റഗറി കൊടുക്കും. ആ കാറ്റഗറി ഇപ്പൊ ചിലപ്പോൾ കൊമേഴ്സ് എന്നുള്ള കാറ്റഗറി കൊടുക്കും. എന്നിട്ട് അതിന്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ മെജന്റോനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഷോപ്പിഫൈനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടന്റ് റൈറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കസ്റ്റം സ്ട്രക്ചർ കൊടുത്തിട്ട് അതിനുശേഷം ഞാനിവിടെ എന്റെ കാറ്റഗറി എന്നുള്ളൊരു പാർട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് നെയിം എന്ന് കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത ശേഷം ഞാൻ സേവ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പെർമാലിങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പെർമാലിങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പാർട്ടാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ വേർഡ്പ്രസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോഗ് പോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉള്ള ഒരു ബ്ലോഗിനെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ബ്ലോഗ് ഓൾറെഡി ഇവരിതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിനെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പെർമാലിങ്ക് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാനിവിടെ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പേജിന്റെ പേര് ഞാനിപ്പോ ഹൗ ടു ബിൽഡ് ഷോപ്പിഫൈ വെബ്സൈറ്റ്സ് ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കൊടുത്ത ശേഷം ഞാനിവിടെ എന്റെ സ്ലെഡ്ജായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇത് തന്നെയാണ് കൊടുക്കുന്നതായിരിക്കും. ഞാനിവിടെ കൊടുക്കുന്നു. ഓക്കെ, ഈ സ്ലെഡ്ജ് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ എന്തായിട്ട് വരിക, നമ്മുടെ URL നമ്മൾ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പൊ ഇങ്ങനെയായി ഇതിന്റെ URL. ഓക്കെ, പക്ഷെ നമുക്ക് എന്താണ് അൺകാറ്റഗറൈസ്ഡ് ആണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും കാറ്റഗറി ആഡ് ചെയ്യണം. അപ്പൊ ഞാനത് ന്യൂ കാറ്റഗറി ആഡ് ചെയ്യണം. എന്താണ് കൊടുക്കുന്നത്, കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ആഡ് ചെയ്തു. ഓക്കെ, ന്യൂ കാറ്റഗറി ഞാനിപ്പോ ഇതിന്റെ ഉള്ളിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുകയാണ് ഇതെന്താണ് മെയിൻ ആയിട്ട് ഈ ഒരു കാറ്റഗറിയിലേക്ക് വരണം എന്നുള്ള കാര്യം ഞാൻ ആഡ് ചെയ്തു. ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ URL എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറി. ഇപ്പൊ ഒരു SEO ഫ്രണ്ട്ലി ആയിട്ടുള്ള URL നമുക്ക് കിട്ടി. എന്താണ്, ഒന്നത് കൊമേഴ്സിന്റെ ഉള്ളില് നമുക്ക് ഈ പറയുന്ന ഹൗ ടു ബിൽഡ് ഷോപ്പിഫൈ എന്നുള്ള പോസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു സംഭവം നമുക്ക് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബ്ലോഗ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പേജസിൽ ചെയ്യുന്ന SEO ഓൺ പേജ് SEOയുടെ എല്ലാ പാർട്ടുകളും നമ്മൾ ബ്ലോഗിന്റെ കാര്യത്തിലും ചെയ്യണം. ഞാനിതിൽ ഈ ഒരു അഡീഷണൽ ആയിട്ട് ഇതിൽ വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് പെർമാലിങ്ക് ആഡ് ചെയ്യാന്നുള്ളതാണ്. അതെങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതും ഞാനിതിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഓൺ പേജിൽ ചെയ്യുന്ന ഒരു വേറൊരു ഫാക്ടർ. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ പേജിന്റെ ഉള്ളിൽ പോകാം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേജിൽ പോകാം. ഓക്കെ, ആ ഒരു പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാർട്ടുകളും നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാം. ഞാനിവിടെ ഇംപ്രൂവ് SEO നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇതെന്തിനാന്ന് വെച്ചാൽ പ്രീമിയം സർവീസസ് ഇവര് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്താണ്, ഒറ്റ ഒരു ഫ്രീ വേർഷന്റെ ഉള്ളിൽ നമുക്ക് ആകെ ഒരു കീവേഡാണ് ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ Yoast SEOയുടെ പ്ലഗിൻ യൂസ് ചെയ്ത്. അത് പെയ്ഡ് പ്ലഗിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം കീവേഡ്സ് നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ഒരു
പാർട്ട് എന്ന് പറഞ്ഞാൽ റീഡബിലിറ്റി അനാലിസിസ്. അതായത് നമ്മുടെ ഈ ഒരു സൈറ്റിന്റെ ഉള്ള റീഡബിലിറ്റി, അതായത് ഒരു ആൾക്കാർ റീഡ് ചെയ്യണ സമയത്ത് എത്രത്തോളം നല്ലൊരു കണ്ടന്റ് ആണെന്ന് അവർ ഇത് ചെക്ക് ചെയ്യണം. അപ്പൊ ഇതിന്റെ കണ്ടന്റ് നമ്മളെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ച കാരണം നമുക്ക് ഇതൊന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ് റൈറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഒരു പാർട്ടെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടന്റ്സ് പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ വെക്കാം. ഇതൊക്കെ നമ്മുടെ SEOക്ക് നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊരു സംഭവമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് നോക്കാൻ പറ്റും ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ ഇത് ഗൂഗിളിൽ എങ്ങനെ കാണും എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, അത് നമ്മൾ നേരത്തെ യോസ്റ്റിന്റെ അവിടെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇതിൽ ഗൂഗിളിൽ എങ്ങനെ കാണാം. ഇനി ഫേസ്ബുക്കിൽ എങ്ങനെയായിരിക്കും കാണാം. ഓക്കെ, ഫേസ്ബുക്കിനുള്ള നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, OG ടൈറ്റിലും അതായത് ഓപ്പൺ ഗ്രാഫ് ടൈറ്റിലും ഓപ്പൺ ഗ്രാഫ് ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നതാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഇത് ഫേസ്ബുക്കിൽ നമ്മൾ ഈ ഒരു സാധനം ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കാണുന്നത് എന്തായിരിക്കും, നമ്മൾ ഫേസ്ബുക്കിൽ പേജ് ഒരു പോസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആയിരിക്കണം ഈ ഒരു പേജ് കാണേണ്ടത്. അതായത് നമുക്ക് വേറൊരു ഇത് കൊടുക്കണം. അതായത് ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരാൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അയാൾ സെർച്ച് ചെയ്തിട്ട് അയാൾ പെട്ടെന്ന് നമ്മുടെ ഇതിൽ ക്യാച്ച് ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. ഇനി ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ നമ്മൾ കൊടുക്കുന്ന നമുക്ക് വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളതും അതിൽ ഇമേജ് വേറെ കൊടുക്കണം, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ട്വിറ്ററിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളതാണ് സ്കിമ എന്ന് പറയുന്നത്. സ്കിമ എന്ന് പറയുന്ന പാർട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട, അത് നമുക്ക് വേറൊരു ടോപ്പിക്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.